ചവിട്ടണ്ട നീ കാലിനാൾ കെട്ടിയിടും. ചേച്ചി ആക്ച്വലി മെയിൽസ് വായിക്കുന്നുണ്ടോ? What else do you think I'm doing, huh? Hi guys, ആദ്യത്തെ സീക്രട്ട്. ഹലോ ഡിയർ, ഇതെൻ്റെ ഒരു വലിയ സീക്രട്ടാണ്. യൂഷ്വലി ഐ ഡോണ്ട് ഹാവ് എനി സീക്രറ്റ്സ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ ഇത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാ പ്രൊഫൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റാൻഡംലി ഒരു അക്കൗണ്ട് ഞാൻ കണ്ടു. അതിൻ്റെ പ്രൊഫൈലിലുള്ള ചെക്കനെ എനിക്ക് കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടമായി. ഹി വാസ് ടോൾ ആൻഡ് ഹാൻസം ഗായ്. ഞാൻ ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, ഇവനെ നീ എനിക്ക് സ്വന്തമാക്കി തരുമോ എന്ന്. ടു ബി ഓണസ്റ്റ്, അവനോട് മിണ്ടാൻ വേണ്ടി ഞാനൊരു ഫേക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടാക്കി. ബോയിൻ്റെ പ്രൊഫൈലും ഇട്ട് അവനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ എൻ്റെ വോയിസ് അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചില്ല. അവൻ പറഞ്ഞു, നീ ഗേൾ അല്ലേ, എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ആ അക്കൗണ്ട് ഡിലീറ്റ് ആക്കി. ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. പുള്ളിക്കാരൻ്റെ ബർത്ത് ഡേറ്റ് ബയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് അവനെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഷ് ചെയ്തു. അവൻ താങ്ക് യു പറഞ്ഞു ആൻഡ് വി ചാറ്റഡ് എ ലോട്ട് ദാറ്റ് ഡേ. എൻ്റെ ഇൻസ്റ്റാ ID പ്രൊഫൈലിൽ ഞാൻ ഫേസ്ലെസ് പിക്കാണ് ഇട്ടേക്കുന്നത്, വിച്ച് മീൻസ് പുള്ളിക്കാരൻ ഇതുവരെ എൻ്റെ ഫേസ് ഒന്നും കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഹി പ്രൊപ്പോസ്ഡ് മീ ദാറ്റ് ഡേ. ഐ ലവ്ഡ് ഹിം സോ മച്ച്. ഞാൻ അവനോട് ചോദിച്ചു, എന്നെ നീ കണ്ടിട്ടില്ലല്ലോ എന്ന്. ബട്ട് ഹി സെഡ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ സുന്ദരി ആണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ ഞാൻ അവനോട് ഇഷ്ടം ഇല്ലാത്തതുപോലെ സംസാരിച്ചു. അവൻ എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് നിൻ്റെ ആൻസർ അറിയണമെന്ന്, വെദർ ഐ ലൈക്ക് ഹിം ഓർ നോട്ട്. നെക്സ്റ്റ് ഡേ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ നന്നായിട്ട് പോയി. പക്ഷേ നെക്സ്റ്റ് ഡേ അവൻ എന്നോട് എൻ്റെ ഇൻസ്റ്റാ പാസ്കോഡും വാട്സപ്പ് കോഡും ചോദിച്ചു. എനിക്ക് തോന്നി അവൻ ഹാക്കർ എന്നങ്ങാണ്ടോ ആണോ എന്നൊക്കെ. അങ്ങനെ ഞാൻ അവനോട് ഭയങ്കരമായിട്ട് വഴക്ക് കൂടി. അന്നേരം എനിക്ക് പെട്ടെന്ന് അവനെ ഒരു വലിയ തലവേദനയായി തോന്നി. ഐ ഹേറ്റഡ് ഹിം എ ലോട്ട്. പക്ഷേ അവൻ്റെ സംസാരം കേട്ടാൽ അവൻ എന്നെ ഒത്തിരി ഇഷ്ടമുള്ളതുപോലെയായിരുന്നു. എനിക്ക് അവൻ ചത്തുപോയാലും എനിക്ക് സന്തോഷമേ ആവുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാൻ അവനോട് പറയുമായിരുന്നു എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന്. ബട്ട് ഐ നെവർ മെൻറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഹവർ ഈ കാര്യമൊന്നും ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് അവൻ്റെ വീട്ടുകാരെ ഫോട്ടോയിൽ കണ്ടറിയാം. അവൻ എൻ്റെ പാരൻസിനെ ഈ രീതിയിൽ അറിയാം. ഞങ്ങളുടെ ഈ ബന്ധത്തെ പറ്റി അവൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് മാത്രമേ അറിയൂ. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ ID എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആൻഡ് വി യൂസ് ടു ചാറ്റ് ആൻഡ് ഷീ വാസ് സപ്പോർട്ടീവ് അബൌട്ട് റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 15th ഡേ ആയപ്പോൾ രാത്രിക്ക് അവനും ഞാനും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ പെട്ടെന്ന് തല കറങ്ങുക, ഹാർട്ടിൽ പെയിൻ എടുക്കുക എന്നൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് അവൻ കള്ളം പറയുക എന്നൊക്കെ തോന്നി. പക്ഷെ എന്നാലും ഞാൻ അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെ സംസാരിച്ചു. പെട്ടെന്ന് അവൻ ഓഫ്ലൈനായി. എനിക്ക് പെട്ടെന്ന് പേടിയാവാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ കാണുന്നത് അവൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്ന പിക്ക്. അവൻ്റെ കസിൻ ചേച്ചി എനിക്ക് അയച്ച് തന്നതാണ്. ഞാൻ കുറേ കരഞ്ഞു. ഐ റിയലൈസ്ഡ് ഐ ആം മാഡ്ലി ഇൻ ലവ് വിത്ത് ഹിം. ചേച്ചി പറഞ്ഞു, ബോധം പോയതാ അത്രേ ഉള്ളൂ എന്ന്. പക്ഷേ ചേച്ചീൻ്റെ വോയിസ് കേട്ടിട്ട് ആൾ കരയുന്നത് പോലെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ചോദിച്ചു കാര്യം എന്താണെന്നൊക്കെ. ചേച്ചി എന്നോട് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിയോട് കുറേ നിർബന്ധിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ, അവന് ഹാർട്ടിൽ എന്തോ ഒരു മുഴയുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഈ കാര്യമൊന്നും അവനറിയില്ല, പാവം. അവനെ ഞാൻ വേദനിച്ച് കരയുന്നതൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് കരയാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ കണ്ണൂരിലാണ്, ഞാൻ പാലക്കാടും. എന്ത് ചെയ്യാൻ, അവൻ എത്ര കാലം ഇനി ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ഐ റിയലി വാണ്ട് ഹിം ഇൻ മൈ ലൈഫ്. പ്ലീസ് പ്രേ ഫോർ ഹിം. എനിക്ക് അവനില്ലാതെ പറ്റില്ല. എനിക്ക് അവനെ ഇങ്ങനെ കരയുന്നത് കാണാൻ പറ്റില്ല. അവൻ അയ്യോ വേദന എടുക്കുക, ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഐ വിഷ് ദാറ്റ് ഐ വുഡ് ഹാവ് ബീൻ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് സോ ദാറ്റ് എനിക്കിതൊന്നും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരില്ലല്ലോ. ചേച്ചി, ഞാൻ മിക്കവാറും സൂൺ സൂയിസൈഡ് ചെയ്യും. അവൻ എനിക്ക് അവൻ്റെ ഒരു സൂപ്പർ പിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ ഈ ഫോട്ടോ എൻ്റെ വീട്ടിൽ ഫ്രെയിം ഇട്ട് വെക്കാൻ എൻ്റെ പാരൻസിനോട് പറയണമെന്നൊക്കെ. അവൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിനക്ക് വേറെ ആൾ കിട്ടും. ഐ വോണ്ട് ടു ഹഗ് ഹിം ആൻഡ് ക്രൈ വെരി ബാഡ്ലി. പക്ഷേ ഇതുവരെ ഞാൻ അവനെ ഫോട്ടോയിലല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി അവനെ കാണാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ഞാൻ ഇത് ചേച്ചിക്ക് സെൻഡ് ചെയ്യുന്ന ഈ സമയത്ത് അവൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. എനിക്കിനിയും ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ ഇത് ചേച്ചിക്ക് സെൻഡ് ചെയ്യുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് അവൻ ജീവനോടെ ഇല്ലെങ്കിൽ ഞാനും പോവും അവൻ്റെ ലോകത്തേക്ക്, അവൻ്റെ അടുത്തേക്ക്. അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ. ഐ വിഷ് വി ബോത്ത് കുഡ് ബി അലൈവ് ടിൽ ദ ടൈം യു റീഡ് ദിസ് സീക്രട്ട്. പ്ലീസ് ചേച്ചി, പ്രേ ഫോർ ഹിം. ചേച്ചി, ഇത് വായിക്കുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. മേ ബി ഞങ്ങൾ ഈ ലോകം വിട്ടിട്ടുണ്ടാവും, ഓർ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ രണ്ടറ്റത്തും ജീവിക്കുന്നുണ്ടാവും. June 6th, 2024 മെയിൽ. 6 മാസമായില്ലേ. ഐ ഷുഡ് റിപ്ലൈ. അടുത്ത സീക്രട്ട്. ഹായ് വാ, എനിക്ക് ഇവ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. എൻ്റെ സീക്രട്ട് ഇതുവരെ ഞാൻ ഈ പ്രശ്നം ഒന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്.
ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ എക്സ്ട്രീം വേർഷനാണ് ഞാൻ. എനിക്ക് ഒരാളോട് സംസാരിക്കാൻ അറിയില്ല. ഞാനൊരു അഡൾട്ടാണ്, പ്രായപൂർത്തിയായി. എപ്പോഴും ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ അറിയില്ല. ഈ ലോകത്തിനെ ഫേസ് ചെയ്യാൻ തന്നെ ഭയമാണ്. ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജനിച്ചുപോയി, പറ്റുന്ന വരെ ജീവിക്കാം. തന്നെ ഒരു കടയിൽ പോകാൻ പോലും അറിയില്ല, ഒരു സ്ഥലത്ത് പോകാൻ അറിയില്ല, ജീവിക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, ഒരു കഴിവില്ലാത്ത ശവമാണ്. ആകെ എന്നെ കൊണ്ടുള്ള ഒരു ഉപകാരം, ആർക്കും ഒരു ശല്യം വരാതെ ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. ഞാൻ സ്കൂളിൽ പോയാലോ ഇല്ലെങ്കിലോ ആരും അറിയില്ല. ടീച്ചർമാർക്ക് എൻ്റെ പേര് പോലും അറിയില്ല. 12 വർഷം ഞാൻ സ്കൂളിൽ പഠിച്ചു. അതിലെൻ്റെ ക്ലാസ്മേറ്റിനോട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന ഭാവമായിരിക്കും മുഖത്ത് വരിക. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയായേ എന്നും. രാത്രി മ്യൂസിക് വെച്ച് ഇതോർത്ത് ഞാൻ ഒരുപാട് കരയും. എന്നും ദൈവത്തിനോട് ചോദിക്കും, എന്തിനെന്നെ പടച്ചു വിട്ടു, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലാത്ത എന്നെ. ഭാവിയിൽ ഞാൻ എന്തായിത്തീരും ഇന്ന് എനിക്ക് ഏകദേശം അറിയാം. ഒരിക്കലും എനിക്കൊരു ഫാമിലി ഉണ്ടാകില്ല. ഒരു പെണ്ണും എന്നെ സ്നേഹിക്കില്ല. കാരണം ഞാൻ ഒരാളുടെ ലവർ എന്ന് പറയുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും അപമാനം. ഞാൻ ജീവിതത്തിൽ ഫാമിലിയിലല്ലാതെ ഒരു പെണ്ണിനോടും കണ്ണിൽ നോക്കി സംസാരിച്ചിട്ടില്ല. എന്തിന് സംസാരിച്ചിട്ടില്ല. ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും എൻ്റെ. എപ്പോഴെങ്കിലും മടുത്തു എന്ന് തോന്നുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ ജീവിതം തന്നെ നിർത്തിയേക്കാം. വാട്ട് പ്രെഡിക്റ്റബിൾ ബോറിംഗ് സീക്രട്ട്. എനിക്കെപ്പോഴും ഈ ലോൺലിനെസ്സിൽ കൂട്ടായത് സിനിമ ആൻഡ് സീരീസ് ആണ്. ചിലപ്പോൾ ഞാൻ ലൈഫിൽ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്തത് സിനിമയ്ക്ക് ആകും. അതാണ് എൻ്റെ കംഫർട്ട് സോൺ. ഞാൻ ചിലപ്പോൾ ഒക്കെ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ ഓരോ ക്യാരക്ടറായി മാറും. ഞാൻ ഇങ്ങനെയാകാൻ മെയിൻ റീസൺ എൻ്റെ പാരൻസ് ആണ്. ചെറുപ്പം മുതൽ എന്നെ എങ്ങോട്ടും കളിക്കാനോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ വിടാറില്ല. അമ്മ വീട്ടിൽ പോലും നിർത്തില്ല. അങ്ങനെ ചെറുപ്പം മുതൽ ടി വിയിലായി എൻ്റെ കുട്ടിക്കാലം. അങ്ങനെ ഒരു മണ്ടനായി. ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഡിപ്രഷനായി, ലോൺലിനെസ് അനുഭവിച്ച് ലൈഫ് തള്ളി നീക്കുന്നു. അടുത്ത സീക്രട്ട്. ഹലോ ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾക്ക് മെയിൽ അയക്കുന്നത്. സോറി ഇൻ അഡ്വാൻസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. ഞാൻ 7th പഠിക്കുന്ന ടൈമിൽ ഐ ഹാഡ് എ റിലേഷൻഷിപ്പ്, ബട്ട് സീരിയസ് ആയിരുന്നില്ല. ഞാൻ ആരോടും മിണ്ടിയാലും അതൊരു ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ അപ്പോൾ തന്നെ അവൻ ബ്രേക്കപ്പ് വേണമെന്നും എനിക്ക് അവരോട് ലവ് ആണെന്നും പറയായിരുന്നു. അവർ എന്നോട് സംസാരിക്കാതിരിക്കാൻ അവരോട് ഞാൻ ശരിയല്ലെന്നും എന്നെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുമായിരുന്നു. ബിക്കോസ് ഓഫ് സം റീസൺ വി ബ്രോക്ക് അപ്പ്. ഇറ്റ് വാസ് ഹിസ് ഡിസിഷൻ. അത് ചെറിയ ഏജിൽ തോന്നിയ ഒരു മണ്ടത്തരമായിട്ടാണ് ഞാൻ കണ്ടത്. ബ്രേക്കപ്പിന് ശേഷം ഞാൻ സ്കൂൾ മാറി. റീസൺ ബ്രേക്കപ്പ് അല്ല. എന്നാൽ അവൻ പാച്ചപ്പ് ആവാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുമായി കോണ്ടാക്ട് പലപ്പോഴായി നടത്തിയിരുന്നു. അതെല്ലാം ഞാൻ ഡിനൈ ചെയ്തുകൊണ്ട് 7th എനിക്കുണ്ടായ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എനിക്കൊരു നെഗറ്റീവ് ഇമേജ് തന്നു. ഈവൻ ഫ്രണ്ട്സിൻ്റെ സിബ്ലിങ്സിൻ്റെ ഇടയിൽ പോലും. ഒരു സ്കൂൾ റീയൂണിയൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. കുറേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് +2 ദൂരെ ഒരിടത്തും അഡ്മിഷൻ എടുത്തു. അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. അവൻ എവിടെയെങ്കിലും ചില സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്നെ പറ്റി തിരക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് വേറെ റിലേഷൻഷിപ്പ് വല്ലതുണ്ടോ, എനിക്ക് ക്രഷ് വല്ലതുണ്ടോ എന്നൊക്കെ. എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അതാണ് ഇത്രയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ ഇതുവരെ പ്രതികരിക്കാത്തത്. ടൈം വിൽ ചേഞ്ച് എവറിത്തിങ് എന്നൊരു ഹോപ്പ് മാത്രമുണ്ട്. ഗൈസ്, ഇന്ന് ഇത്ര മാത്രം. ബിക്കോസ് ഐ ഹാവ് ടു ഈറ്റ്. കടിക്ക്, ക്യാമറ കടിച്ചു പൊട്ടിക്ക്. You're in the mirror. You should move. നെക്സ്റ്റ് ഡേ ഞാൻ അന്നേരം എനിക്ക് പെട്ടെന്ന് ബ്രോ ഐ കാൺട്ട്. ഞാൻ ജീവിതത്തിൽ ഞാൻ ആരോടും മിണ്ടിയാലും അതൊരു ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ അപ്പോൾ തന്നെ അവൻ ബ്രേക്കപ്പ് വേണമെന്ന് എനിക്ക്. ഈവൻ അവൻ ക്ലീൻ ആക്കിയോട് നമുക്ക് വൃത്തിയാക്കിയാലോ? I'm sorry. You don't have my consent. I'm gonna call the cops on you. Please do, honey. Please do. Why? Because you said. Alright. I'm a woman of my words. Hello. She doesn't have my permission and is violating my life.